Hello friends, Jems homely cooking inde പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുഡിങ്ങിന്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും നല്ല ടേസ്റ്റ് ഉള്ള ഒരു പുഡിംഗ് ആണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് തയ്യാറാക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ കളയുന്ന ഒരു സാധനമാണ്. നമ്മൾ ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാറില്ല. പഴുത്ത് കഴിഞ്ഞാൽ ഈ സാധനം കളയാണ് ചെയ്യാറ്, എടുക്കൂല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധനം വെച്ചാണ് നമ്മൾ ഈ പുഡിംഗ് തയ്യാറാക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കോവക്ക കൊണ്ടുള്ള ഒരു പുഡിംഗ് ആണ്. നല്ല പഴുത്ത കോവക്ക കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും, പക്ഷേ ഇങ്ങനെ കഴിക്കാൻ നമുക്കൊരു ടേസ്റ്റും ഉണ്ടാവില്ല. അതിന് വേണ്ട സാധനങ്ങൾ: ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്, പിന്നെ അല്പം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്, പിന്നെ നമ്മുടെ നല്ല പഴുത്ത കോവക്കയും, പിന്നെ വാനില എസൻസും, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും, പിന്നെ കുറച്ച് നട്ട്സ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ കോവയ്ക്ക് ഒന്ന് അല്പം പാല് ചേർത്തുകൊണ്ട് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ബാക്കിയുള്ള പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള കോവക്കയാണ്. കോവക്കയുടെ ആ മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനൊരു കാര്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിട്ടുപോയി, അതായത് ചൈന ഗ്രാസ് അലിയിച്ചെടുക്കുന്നത് വിട്ടുപോയിട്ടുണ്ട്. കാരണം വീഡിയോ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ വെച്ചുകൊണ്ടിരുന്നു, പക്ഷേ വീഡിയോ ഓൺ ആയിരുന്നില്ല. ചൈന ഗ്രാസ് ഞാനൊരു 3-4 ടേബിൾ സ്പൂണോളം വെള്ളം വെച്ചിട്ട് അതിലൊന്ന് ചെറിയ തീയിലൊന്ന് അലിയിച്ചെടുത്തതാണ്. എന്നിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് കുറുകി വന്നതിന് ശേഷം അല്പം ചൂടാറിയതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് 1 ടീസ്പൂണോളം വാനില എസൻസ് കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിലേക്ക് ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ നട്ട്സ് ക്രഷ് ചെയ്തത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്രീസറിൽ ഒരു അരമണിക്കൂർ വെച്ചാൽ ഇത് പെട്ടെന്ന് സെറ്റായി കിട്ടും. ഫ്രിഡ്ജിൽ താഴെ വെച്ചാലും മതി, 1-1.5 മണിക്കൂർ വെച്ചാൽ സെറ്റായി കിട്ടും. ഇത് അരമണിക്കൂർ കൊണ്ട് പെട്ടെന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഫ്രീസറിൽ വെച്ചപ്പോൾ. അപ്പോൾ ഇപ്പോൾ ഞാനിത് അരമണിക്കൂറിന് ശേഷം എടുത്തിട്ടൊന്ന് കട്ട് ചെയ്യുകയാണ്. നല്ല സോഫ്റ്റായിട്ട് നല്ല സെറ്റുമായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കോവക്ക കൊണ്ടുള്ള പുഡിംഗ്. നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വായിലിട്ടാൽ നമുക്ക് അലിഞ്ഞു പോകുന്ന രീതിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഇതിൻ്റെ കളർ യഥാർത്ഥത്തിൽ ഇതല്ല, ഫ്ലാഷിൽ ഇതിൻ്റെ കളർ ഒരു യെല്ലോയിഷ് ആയിട്ട് കാണുന്നതാണ്. ഇതിൻ്റെ കളർ ഒരു ലൈറ്റ് പിങ്ക് ആണ്. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കളറ്. നല്ല ഭംഗിയുള്ളൊരു കളറാണ്. അപ്പോൾ നമ്മുടെ കോവക്കേൻ്റെ ആ റെഡ് കളറിൻ്റെ ഒരു ലൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക.